ഹലോ, ഹോസ്റ്റലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ടൊമാറ്റോ റൈസ്. അതെന്താണെന്നല്ലേ, ഒരു മിനി ബിരിയാണി അങ്ങനെയും പറയാം. വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ളവർക്ക് ടൊമാറ്റോ റൈസ്, ഇനി നോൺ വെജ് താല്പര്യമുള്ളവർക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചെടുത്താൽ നോൺ വെജ് ബിരിയാണിയായി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കുക. അതായത് സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കൂടെ എന്ത് ചെയ്യുക, കുക്കറൊന്ന് ചൂടായി വരുന്നുണ്ടോ എന്ന് നോക്കുക. കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ സജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഒന്നിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ടേ രണ്ടും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതൊന്ന് വാടി വരുന്ന മിക്സായിട്ട് വന്നു എന്ന് കാണുമ്പോൾ കുറച്ച് ക്യാരറ്റ്, സവാള, തക്കാളി, കരിവേപ്പില ഇത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് കുനുകുനാന്നരികയില്ലേ അതേപോലെ അരിഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുക്കുക. തൈര് കമ്പൽസറി ഇല്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ചേർത്തില്ലെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് മുളക് പൊടി, കാശ്മീരി പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി സെറ്റാക്കി എടുക്കുക. ഇതൊന്ന് മിക്സായിട്ട് വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്താനിട്ട് വെച്ച ജീരകശാല അരി എന്ന് പറയുമ്പോൾ ചെറിയ അരി, അതില്ലാത്തവർക്ക് ബസുമതി റൈസും യൂസ് ചെയ്യാം. ഇതെല്ലാം കുക്കറിലിട്ടിട്ട് ഈ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേ എന്ന് നോക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വയ്ക്കുക. ആദ്യത്തെ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള എന്ത് ചെയ്യുക, വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ആ ഒരു പാനിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. സ്മെല്ല് വരുമ്പോൾ നമുക്ക് എടുത്ത് കഴിച്ചാലെന്ന് തോന്നും, പക്ഷേ ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിത് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ തരത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടെ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും, ടേസ്റ്റ് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷൻസും പ്രോഗ്രാംസുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് സൈഡ് ഡിഷായിട്ട് എന്ത് വേണമെങ്കിലും, സലാഡ് ഉണ്ടാക്കിയിട്ട് സലാഡ് ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം, ഇല്ല ഇനി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഈവൻ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് എടുക്കാം. ഇനി ഒന്നും വേണ്ട, കുറച്ച് അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ചെറിയ ടിപ്സുമായിട്ട് ചെറിയ പാചകക്കുറിപ്പുകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.